നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോവാണ്. മോച്ചു എൻ്റെ മോള് നല്ല ഉറക്കാട്ടാ. ഞാൻ പോണ ദിവസങ്ങളൊക്കെ അവര് നല്ല ഉറക്കായിരിക്കും. അവര് അറിയാറില്ല ഞാൻ പോണതൊന്നും. പിന്നെ ഞാൻ പോയതിന് ശേഷം അവര് എഴുന്നേറ്റിട്ട് കരയാറൊന്നുമില്ല കേട്ടോ. ഞാൻ പോയി അങ്ങനെ എന്നെ കാണണം എന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. അന്നമോൾക്ക് പിന്നെ കണ്ടു കഴിയുമ്പോൾ പാല് കുടിക്കാൻ ഇച്ചിരി വാശി കാണിക്കാറുണ്ട്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ അന്നമോളെയും മോജുവിനെയും കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ദിവസമായില്ല അവരെ കണ്ടിട്ട്, അപ്പൊ ഞാൻ അവരെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം കേട്ടാ. അന്നമോള് ഇവിടെ കിടക്കണ്ട കേട്ടാ. അവള് എഴുന്നേറ്റായിരുന്നു രാവിലെയാണ്. ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ അവളെ എഴുന്നേറ്റു. പിന്നെ അവളെ ഉറക്കി കിടത്തിയതാണ് ഇവിടെ. അല്ലെങ്കിൽ പിന്നെ അവളുടെ ഉറക്കവും ശരിയാവില്ല. പിന്നെ ഇന്നത്തെ ദിവസം ഫുൾ വാശിയായിരിക്കും. ഈ മോച്ച് അപ്പുറത്തെ റൂമിൽ കിടക്കണ്ട്. മോച്ചുവിനെ കാണിച്ചു തരാം കേട്ടാ. ഇതേ മോച്ച് ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ഉറക്കമാണ്. ഞാൻ അവിടെ നിന്ന് കുറേ നേരം സംസാരിച്ച് ഞാൻ ചിലപ്പോൾ അവനെ എഴുന്നേൽക്കും. അപ്പം പിന്നെ എന്തായാലും പിന്നെ അവൻ ചിലപ്പോൾ ഒരു വിഷമമൊക്കെ ആവും. അപ്പം എന്തായാലും ഞാൻ പോട്ടെ. മമ്മി ഇതേ ഓരോ പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ജോലിയൊക്കെ ചെയ്ത് കറക്റ്റ് സമയത്ത് തന്നെ വിടണ്ടേ. അപ്പോൾ ഇത് എന്തായാലും ബസ് വരാറായി. ഇപ്പം 7:30 ആവാൻ പോകും. അപ്പം ഞാൻ എന്തായാലും പോട്ടെ കേട്ടാ. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നു കേട്ടോ. ഈ ബസ് 7:50, ചില ദിവസങ്ങൾ 8 മണിയൊക്കെ ആവും. ഇന്ന് ഇച്ചിരി നേരം വൈകിയിട്ടുണ്ട്. കാരണം നേരം വൈകിയാണത് പോയത് കേട്ടോ. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോഴും നേരം വൈകിയേ വരുള്ളൂ. അങ്ങനെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മോളിൽ കയറി വെയിറ്റ് ചെയ്തിരിക്കണം. കാരണം ഞാൻ ഒരുപാട് നേരത്തെയാണ് ഇന്ന് വന്നത്. സാധാരണ ഞാനിവിടെ എത്തുമ്പോൾ ഒരു 10:30 ആവാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ കുറേ നേരത്തെ വന്നു. 10:10 ആയപ്പോഴേക്കും ഞാൻ എത്തിയിട്ടോ. എനിക്ക് 11 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെയിറ്റിംഗ് ഏരിയയിൽ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മേക്കപ്പ് റൂമിൽ പോയി ലിപ്സ്റ്റിക്കൊക്കെ ഇടാനുണ്ടായിരുന്നു. നമ്മുടെ കയ്യിലിരിക്കുന്ന ലിപ്സ്റ്റിക്ക് മാറ്റി അവിടെ ഇരിക്കുന്ന ലിപ്സ്റ്റിക്ക് എടുത്തിട്ടു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ക്ലാസ് റൂം. അപ്പോൾ അത് ഇവിടെ സാറുമാരൊന്നും ഇല്ലാത്ത ടൈമിൽ നോക്കി വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്. ഇനി 2 പേരും കൂടി ഉണ്ട് കേട്ടോ. അവർ 2 പേരും വന്നിട്ടില്ല. അവർക്ക് ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവാണ്. നേരം വൈകി ഇറങ്ങിയോണ്ട് തന്നെ മെട്രോയ്ക്ക് കേട്ടോ തിരിച്ച് പോണത്. കാരണം മെട്രോയ്ക്ക് പോയില്ലെങ്കിൽ പിന്നെ എനിക്ക് വീട്ടിലെത്തുമ്പോൾ ഒരുപാട് വൈകും. പിന്നെ ആകെ ടയേർഡാവും. പിന്നെ നേരത്തെ എഴുന്നേറ്റ് രാവിലെ പോവുകയും ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം മെട്രോയ്ക്കാണ്. വൈകണ ദിവസങ്ങളൊക്കെ മെട്രോയ്ക്ക് കയറാറ്. അല്ലെങ്കിൽ എന്തായാലും ബസ്സിനാട്ടോ വരുള്ളൂ. അപ്പോൾ ഇന്ന് വൈകി, അതുകൊണ്ട് തന്നെ മെട്രോയ്ക്ക് ഞാൻ വന്നേട്ടോ. അങ്ങനെ മെട്രോയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞാനിപ്പോൾ എടപ്പള്ളിയാണ്. അപ്പോൾ എടപ്പള്ളിയിൽ നിന്ന് ഇനി ആലുവയ്ക്ക് പോകണം. ആലുവയിൽ ചെന്നിട്ട് ഏത് ബസ് കിട്ടും എന്ത് ബസ് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം കറക്റ്റായിട്ടൊരു ടൈമില്ലല്ലോ. നമ്മൾ ചില ദിവസങ്ങൾ നേരത്തെ ഇറങ്ങും, ചില ദിവസങ്ങൾ വൈകിയാണ് ഇറങ്ങണത്. അപ്പോൾ ഏകദേശം ഈ ഒരു ടൈമിലൊക്കെ കേട്ടോ മിക്ക ദിവസങ്ങളിലും ഇറങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ല ഇനി ഏത് ബസ് കിട്ടും എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അടുത്ത സ്റ്റേഷനിലെ മെട്രോ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വരണത് നോക്കി ഞാനിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ മെട്രോ വന്ന് മെട്രോൻ്റെ അകത്തൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ടൈം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് എൻ്റെ മൈൻഡിൽ മൊത്തം അതാണ്, വീട്ടിലെപ്പോൾ എത്താൻ പറ്റും, കൊച്ചുങ്ങളെ എപ്പോൾ കാണാൻ പറ്റും എന്നൊക്കെ. ചാലക്കുടി വണ്ടി കിട്ടി. അങ്കമാലിക്ക് ഓടി വന്ന് കയറിയതാട്ടോ. ആലുവ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ചാലക്കുടി വണ്ടി കിട്ടി കേട്ടോ. ഞാൻ പകുതി വെച്ച് കൈ കാണിച്ചപ്പോൾ തന്നെ വണ്ടി നിർത്തി. അങ്ങനെ വേഗം കയറി അങ്കമാലി എത്തി കേട്ടോ. അപ്പം അങ്കമാലിൽ വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരിട്ട് ബസ് എന്തായാലും കിട്ടില്ല. അപ്പം മഞ്ഞപ്പുറ ചെന്നിട്ട് പോവാമെന്ന് വിചാരിച്ച് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതെന്താ ഈ അടിച്ചുവാരിയൊക്കെ ഇവിടെ വെച്ചാണ്? മോച്ചു അംഗൻവാടിയിൽ പോയാ? അന്നാമി അംഗൻവാടി പോയാ? പിന്നെ ഞാൻ വീട്ടിലെത്തി. ഓക്കെ ആയിട്ട് ഇനിയിപ്പോൾ കുളിക്കൊക്കെ ചെയ്യണം. അപ്പം എൻ്റെ മോള് ടാറ്റ കൊടുത്തി. അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.